China has identified the cause of the mysterious new virus. Coronavirus. This is a rapidly emerging. China is urging its citizens not to travel abroad. COVID-19 can be characterized as a pandemic. ഒരുപാട് സ്വപ്നങ്ങളോടും പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ മരുഭൂമിയിലേക്ക് വന്നിറങ്ങിയത്. പക്ഷേ ലോകമെമ്പാടും കോവിഡ് എന്ന മഹാമാരിയുടെ പിടിയിലമരുന്നു എന്നുള്ള വാർത്തകൾ ഞങ്ങളെ ഭയപ്പെടുത്തുകയും ഏതാണ്ട് 60 ദിവസക്കാലം ഞങ്ങൾ ഈ മരുഭൂമിയിൽ ഒറ്റപ്പെടുകയും ചെയ്യുകയുണ്ടായി. ബ്ലസ്സിയും പൃഥ്വിരാജും അടക്കമുള്ള സിനിമാ സംഘം ജോർദാനിൽ കുടുങ്ങി. ആടുജീവിതം സിനിമയുടെ ചിത്രീകരണം 4 ദിവസം മുൻപ് നിർത്തിയിരുന്നു. മാർച്ച് 9 സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ടിനായിട്ട് ഞങ്ങൾ ജോർദാനിലെത്തുന്നത്. പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസം ഞങ്ങൾ കഴിഞ്ഞത്. അപ്പം അതിൽ ഏറ്റവും വലിയ പ്രഷർ എന്ന് പറഞ്ഞാൽ ബ്ലസ്സേറ്റിന് മുമ്പിൽ എൻ്റെ ഈ 8 months ട്രാൻസ്ഫർമേഷനാണ്. അയ്യോ, ഇത് യൂസ് ചെയ്യണമല്ലോ, എൻ്റെ ട്രാൻസ്ഫർമേഷൻ, ഫിസിക്കൽ ട്രാൻസ്ഫർമേഷൻ വേസ്റ്റ് ആകരുതല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതായിട്ട് വന്നത്. പലപ്പോഴും ചിന്തിച്ചതാണ് ഷൂട്ടിങ് മാറ്റുന്നതിനെക്കുറിച്ചോ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ. അദ്ദേഹം ഏതാണ്ട് ഒരു 10-30 കിലോയോളം ഈ ഒരു പ്രോസസ്സിനായിട്ട്, ഈ ഒരു സിനിമയ്ക്കായിട്ട് ഭാരം കുറച്ച് നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാതെ വന്നത്. ജോർഡനിലേക്ക് പോകുമ്പോൾ ആ ഫൈനൽ 2 weeks ഞാൻ ഓസ്ട്രിയയിലെ വിവ മായർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റിയിൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഇതിനെ പുഷ് ചെയ്യാൻ പറ്റിയാൽ അതും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ ഓസ്ട്രിയയിൽ പോയി. പെട്ടെന്ന് ഈ COVID-19 ഒരു പാൻഡമിക്കായി പ്രഖ്യാപിക്കുന്നതും पूरे देश में संपूर्ण लॉकडाउन होने जा रहा है. ഈ ഒരു സമയത്താണ് നമുക്ക് ലോക്കൽ പ്രൊഡക്ഷൻ നമ്മളോട് പറഞ്ഞത് സെയിങ് എയർപോർട്ട്സ് ഒക്കെ ഷട്ട് ചെയ്യാൻ പോകണം. നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനെ എല്ലാവരെയും നമുക്ക് ലൊക്കേഷനിൽ എത്തിക്കുക. അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആസ് ഓഫ് റൈറ്റ് നൗ. സോ ഇവർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് വി റിയലൈസ്ഡ്, അവരെ നേരെ ഗവൺമെൻറ് ക്വാറന്റൈനിലേക്ക് പോകുമായിരുന്നു. ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെഡ്യൂളിംഗ് എല്ലാം കഴിഞ്ഞു പോയി. സോ ദെൻ വി ഹാവ് ടു റീസ്കെഡ്യൂൾ തിങ്സ് ആൻഡ് ഹൗ ടു ഷൂട്ട്. ഞങ്ങൾ ഈ ഒരു വലിയൊരു ഒരു ഡെസേർട്ടിനുള്ളിലെ കൂരകൾക്കുള്ളിൽ ഒരു 75 പേര് നമ്മുടെ ഇന്ത്യൻ ക്രൂവും ജോർദാനിൽ നിന്നുള്ളൊരു ക്രൂവും മാത്രമായി ഈ ക്വാറന്റൈനിലേക്ക് കഴിയേണ്ട അവസ്ഥ വരിക. നമ്മുടെ പ്ലാനുകൾ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ പ്ലാനുകളും തകിടം മറിഞ്ഞ ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങൾക്ക്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ടീമിന് പലവിധമായ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ ലോക്ക്ഡൗൺ സമയത്ത് അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തത് എന്നെയാണ്. ഇനി എന്ന് തിരിച്ചു പോകാൻ പറ്റുമെന്നറിയില്ല. പിന്നെ ഇവിടെയുള്ള ആർമി, പോലീസിൻ്റെ അവിടെയുള്ള തുടർച്ചയായിട്ടുള്ള പരിശോധനകൾ, അവരുടെ വരവ്, അവിടുന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സ്പ്ലിറ്റായി പോവും. അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായി. ഈ ക്വാറന്റൈൻ വന്നുകൊണ്ട് ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുക എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ്റെയാണ്. ഞങ്ങൾക്കും കൃത്യമായിട്ടൊരു ആൻസർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. And we have struggling about getting anything we need, equipment and something, all Jordan is locked. ഓരോ ദിവസം കഴിയും തോറും കൂട്ടമായി ആൾക്കാരിൽ മാനസികമായ പല പ്രയാസങ്ങളിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്താണ് ശരിക്കും ബ്ലസ്സേറ്റും ഞാനൊക്കെ തീരുമാനിച്ചത്, നമ്മളൊരു എവറി 3 or 4 days ഡിന്നർ ടൈമിലോ അല്ലെങ്കിൽ ലഞ്ച് ടൈമിലോ എല്ലാവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കണം. വി ഹാവ് ടു അഡ്രസ് തിങ്സ് വിത്ത് എവ്രി വൺ. ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
നമ്മുടെ മാനസികമായ നില തകരാറിലാകാൻ പാടില്ല. എല്ലാവർക്കും ഒറ്റ സ്വരമായിരിക്കണം, ഒറ്റ ചിന്തയായിരിക്കണം. ഒരാൾക്ക് പോലും മനസ്സുകൊണ്ട് പതറാൻ പാടില്ല. ദൈവം സഹായിച്ച് നമ്മൾക്ക് ഭക്ഷണമുണ്ട്, താമസമുണ്ട്, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ശരിയാണ്, വീട്ടുകാരെ കുറിച്ചൊക്കെ ഉള്ള ഒരു ആദികളൊക്കെ കാണും. There were days production used to come and tell us that രാവിലെ തൊട്ട് നമ്മൾ ഒരു ഉച്ച വരെ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല, ഗവൺമെൻറ് ഓർഡർ ഉണ്ട്, സോ പോസ്റ്റ് ലഞ്ച് ഈവനിങ് ടൈമിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അങ്ങനെ we used to go back. സോ നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു ദാറ്റ് വി നീഡ് ടു ഷൂട്ട് ബിക്കോസ് ഇറ്റ്സ് മണി ടേക്കിംഗ്. നമ്മുടെ ഷൂട്ട് പെർമിഷൻ ഡിനൈഡ് ആയത് നീണ്ടു പോയി തിരിച്ചൊരു പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് ഉള്ളൊരു വസ്തുത ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ മറ്റന്നാൾ പോകാൻ പറ്റും, അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് പോകാൻ പറ്റും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ കൂടും. നമ്മൾ ഇവിടെ ഓട്ടോത്തിനെ കറക്കാനൊക്കെ പഠിക്കുക. ബ്ലസ്സറിന് എപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത്, രാജു ഇനി എന്ന് നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഷൂട്ട് ചെയ്താലും രാജു ഇനി ഒന്നുകൂടെ ചെയ്യണ്ടേ, രാജു ഇനി ഈ ട്രാൻസ്ഫോർമേഷൻ ഒന്നുകൂടെ ചെയ്യണ്ടേ. അതാണ് ബ്ലസ്സറിൻ്റെ അടുത്ത് എന്നും രാത്രി ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെയും ബ്ലസ്സറിനോട് പറഞ്ഞു, ബ്ലസ്സേട്ടാ അല്ലാതൊരു ചോയ്സ് ഉണ്ടോ? അതായത് നമുക്കിപ്പോൾ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അതിനുള്ളൊരു ചോയ്സ് ഒക്കെ ഉണ്ടെങ്കിലാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടത്. ഒരു ചോയ്സും ഇല്ല. നമ്മൾ ഓൾറെഡി ബ്ലസ്സേട്ടനും ഞാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഇത്രയും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നൗ ഐ ഹാവ് ടു സീ ഇറ്റ് ത്രൂ. ഒരു തരത്തിൽ വി വർ ഫോർച്ചുനേറ്റ്. കാരണം നമ്മൾ ആ ഡെസേർട്ട് ക്യാമ്പിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ വി ഹാഡ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ഫുഡ്, സേഫ് അക്കോമഡേഷൻ, ഹാവിങ് ഡിന്നർ ടുഗെദർ. നമ്മളൊരു 85 പേര് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഫിസിക്കൽ ഡിസ്റ്റൻസിങ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ പാലിക്കുന്നൊന്നുമില്ല. വീട്ടുകാർ ഞങ്ങൾ സെറ്റിലാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് തന്നെ ആൾക്കാരുടെ ഒരു ഉണർവുണ്ടായി. പിന്നീട് ഞങ്ങൾ ഇതൊരു ആക്ടിവിറ്റീസ് ഞങ്ങൾ കൂട്ടാൻ തുടങ്ങി. കാരണം എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഒത്തുകൂടുകയും പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും പല തരത്തിലുള്ള വിനോദങ്ങളിലൂടെ നമ്മൾ സംസാരിക്കുകയും ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ അവിടെ ഏറ്റവും നേരം പോയത് ലുഡോ ഒക്കെയാണ്. അപ്പോൾ ലുഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് 4 പേര് 5 പേര് എന്നുള്ളത് പിന്നെ ഐപാഡും വലിയ മോണിറ്ററിലൊക്കെ കളിച്ചു തുടങ്ങി. അങ്ങനെ രാവിലെ മുതൽ ഇത് തന്നെ, വേറെ ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് കളിക്കുക. പിന്നെ എല്ലാവരും നടക്കാൻ തുടങ്ങി, കുറച്ച് പേര് ഓടാൻ പോയി തുടങ്ങി. ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ബോർഡമാണ്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒരു 90-95%. റിയൽ ടൈം വർക്ക് ചെയ്യുന്നവരാണ്. അവരെ പെട്ടെന്ന് വെറുതെ ഒരു റിസോർട്ടിൽ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോകും. കളിക്കുവാനായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കളിക്കാനായിട്ടുള്ള യാതൊരു സാധനങ്ങളും നമ്മുടെ ഇല്ല. അപ്പോഴാണ് മനുഷ്യൻ ഈ സർവൈവലിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വിദഗ്ധമായി ഒരു ബാറ്റ് ഉണ്ടാക്കി. അപ്പോഴാണ് തട്ടാൻ ബോളില്ല. ബോളിന് വേണ്ടി ഈ ഹവായി ചപ്പൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് ബോളുണ്ടാക്കി. ഭയങ്കരമായ വെയിലത്ത് പോലും ഈ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ ടീമായി തിരിച്ച് അതിനൊരു ട്രോഫിയൊക്കെ വെച്ചിട്ട് ഭയങ്കര രസകരമായി ആ ആൾക്കാർ ആ സമയം എൻജോയ് ചെയ്തു. COVID was the time when the entire crew was bonded really well. That's when that friendship, that that bonding happened. It was like understanding each other, and now I think we just love each other because we got like one family.
സമയത്താണ് ഗുഡ് ഫ്രൈഡേ വരുന്നത്. ചില ആൾക്കാർ 14 ഇടങ്ങളുണ്ടാക്കിയിട്ട് അതിന് വളരെ മനോഹരമായി ക്രിസ്തുവിനെ സാമ്യമുള്ള ആൾക്കാർ ആ രീതിയിലുള്ള ഒരു വലിയൊരു കുരിശുണ്ടാക്കി, അങ്ങനെ ഒരു കുരിശിൻ്റെ വഴി വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ദുഃഖവെള്ളിയാഴ്ച കൊണ്ടാടുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ഓൾ യൂണിറ്റ് ഞങ്ങൾ മല കയറി. ഒരു വലിയൊരു അനുഭവമാണ്. ശരിക്കും ഞാനൊക്കെ നാട്ടിലുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഈസ്റ്റർ ആഘോഷിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ മലയാറ്റൊക്കെ ഫ്രണ്ട്സൊപ്പം പോകുന്നല്ലാതെ പിന്നെ ഏതെങ്കിലും വീട്ടിൽ ഒരു നേരം ഭക്ഷണം കഴിക്കും. ഇവിടെ നമ്മൾ പാരമ്പര്യമായിട്ട് ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത് അതുപോലെയായിരുന്നു ഞങ്ങളുടെ ഫുൾ യൂണിറ്റ്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും വിഷു വരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് വിഷു കണി വയ്ക്കാം. അങ്ങനെ ഈ വിഷു എന്താണ് കണി എന്താണെന്ന് അറിയാത്ത പല ടെക്നീഷ്യന്മാരുടെ റൂമിൽ ഞങ്ങൾ രാത്രി 1 മണിക്ക് 2 മണിക്ക് ചെന്ന് അവരെ വിളിച്ചുണർത്തി കണി കാണിക്കുക. പിന്നെ അവിടെ പോയി പിന്നെ പഞ്ച് പിടിക്കുക. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓളമാണ് നമ്മുടെ ചുറ്റിനുള്ള അപ്പോഴേക്കും നമ്മളൊരു യൂണിറ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളിച്ച് സെക്രട്ടറി സംസാരിക്കുകയുണ്ടായി. അവർ നേരത്തെ തന്നെ നോർക്കയ മുഖേന അംബാസഡറുമായിട്ട് സംസാരിക്കുകയും അംബാസഡറിൻ്റെ ഓഫീസിൽ നിന്ന് നമ്മളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്. നമ്മളെല്ലാം നീറ്റായിരിക്കുക, നമുക്ക് ആരോഗ്യം നമ്മുടെ നോക്കുക. കാരണം ഒരാൾക്കെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സംശയിക്കും, അത് ക്വാറന്റൈനിലേക്ക് പിന്നെ ബാക്കി എല്ലാവരും പോകേണ്ടി വരും, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കൊരു ഫ്ലൈറ്റ് ഓർഗനൈസ് ചെയ്ത് തിരിച്ച് പോകാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി 1-2 ആൾക്കാർ ചോദിച്ചു. ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകുന്നതിൻ്റെ നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് പോകാൻ സാധിക്കുമെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വശത്തിനെ കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട, അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് നമുക്കുണ്ട്. ഇൻ ടേംസ് ഓഫ് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യയേക്കാൾ ഒരുപാട് സേഫാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ജോർഡനിൽ തന്നെ ഏറ്റവും സേഫായ സ്ഥലങ്ങളിലൊന്നാണ് വാദിറം. പിന്നെ ഇവിടെ ഭക്ഷണത്തിനൊന്നും മുട്ടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ രാത്രി വേറെ കുറച്ച് കാര്യങ്ങളായതുകൊണ്ട് പറ്റിയില്ല. ഇത് ബ്ലെസ്സിക്ക് വേണ്ടി മാത്രമല്ല, ബ്ലെസ്സിയുടെ കൂടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാവിധ സഹായങ്ങളും സൗകര്യങ്ങളും അവിടെ ചെയ്തു തരാൻ ആൾക്കാരുണ്ടെന്നറിയാം. ഞങ്ങളും വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ബ്ലെസ്സി അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങളാൽ കഴിയാവുന്നതെല്ലാം ചെയ്തു തരാം. പ്രത്യേകത്തും കൂടെ പറയണം. ഗോഡ് ബ്ലെസ് യു. പ്രേയേഴ്സ്. അപ്പോൾ ഈ സമയത്ത് എനിക്ക് നമ്മൾ ആ ഡെസേർട്ടിൽ തന്നെ നിന്ന് താമസിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡെസേർട്ടിനെ കുറിച്ച് അറിയാനും പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഫർദർ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടായെന്ന് വേണം പറയാൻ. കൊറോണ കാലഘട്ടം വന്നതുകൊണ്ട് നമ്മുടെ മൈൻഡൊക്കെ ടോട്ടലി നമ്മുടെ ഒരു വിഷൻ ചേഞ്ചായി ഡെസേർട്ടിനെ കുറിച്ചുള്ളത്. പ്രതിസന്ധികളിൽ ഒരുമിച്ച് നിൽക്കുവാനായിട്ടുള്ള വലിയൊരു കരുത്ത് ഈ സിനിമയിൽ കൂടെ ഓരോ ചെറിയ അംഗത്തിന് പോലും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത്. രണ്ടു മാസക്കാലം സ്വന്തം സഹോദരങ്ങളെപ്പോലെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒന്നും ചിന്തകളില്ലാതെ ഒരുമിച്ച് ഒന്നായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് ഈ കൊറോണ കാലത്തിനെക്കുറിച്ച് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത്.